എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടൈപ്പിസ്റ്റായിട്ട് കയറിയിട്ട് എൻ്റെ ജോബ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്വൈസ് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അഡ്വൈസ് കിട്ടിയതിന് ശേഷം അപ്പോയിൻമെൻറ്റ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അതിനെന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടിയിരുന്നത്, അതുപോലെ തന്നെ എല്ലാ പോസ്റ്റുകൾക്കും ഏത് പോസ്റ്റുകൾക്കാണെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതെങ്ങനെയാണ് എടുത്തത്, ഏത് ഡേറ്റിനാണ് എടുത്തത്, അതായത് എപ്പോഴാണ് ഞാനത് എടുത്തത്, അതുപോലെ തന്നെ എനിക്ക് അഡ്വൈസ് വന്നതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റ് വന്നിട്ട് ഏത് ദിവസമാണ് ജോയിൻ ചെയ്തത്, അതുപോലെ തന്നെ എത്ര ഫോട്ടോസാണ് വേണ്ടി വന്നത്, എന്തൊക്കെയാണ് അവിടെ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴുള്ള പ്രൊസീജിയർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ മാക്സിമം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയർ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ബോർഡിലാണ്, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മറ്റ് ബോർഡുകളിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ സർവീസ് ബുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സർവീസ് ബുക്കല്ല ഒറിജിനൽ, നമ്മൾ ആ ഒരു ബുക്ക് തന്നെ വാങ്ങിയിട്ടാണ് സർവീസ് ബുക്ക് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്, അതാരാണ് ഫില്ല് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അഡ്വൈസ് വന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ് അഡ്വൈസ് ഡേറ്റ്. പക്ഷെ അത് പ്രൊഫൈലിലേക്ക് കിട്ടിയപ്പോൾ ഒരു 5-6 ദിവസം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഡേറ്റ് സെപ്റ്റംബർ 2-ാം തീയതിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നമുക്ക് സെപ്റ്റംബർ 2-ാം തീയതിയാണ് വന്നത് എന്നുണ്ടെങ്കിലും മുന്നേ അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത്, അതായത് ഈ ഒരു അഡ്വൈസ് വന്നതിന് ശേഷം അപ്പോയിൻമെൻറ്റ് കൈ കിട്ടിയിട്ടുള്ള ആൾ വരുന്നത്, അതായത് ഏകദേശം നമുക്കൊരു 2 മാസമാണ് വരുന്നത്. 2 മാസം ലേറ്റ് ആയിട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അഡ്വൈസ് വന്നതിന് ശേഷം. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എന്തുകൊണ്ടാണെന്നറിയില്ല, ഏകദേശം 2 മാസമാണ് സമയം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെപ്റ്റംബർ 2-ാം തീയതിയാണ് എനിക്ക് അഡ്വൈസിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ ഇതുപോലെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 26-ാം തീയതിയാണ് നമുക്ക് ആ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ അതിലേക്ക് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൽ ആ അപ്ലോഡ് ചെയ്തതിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റാണ്. അതായത് എൻ്റെ കൂടെ വേറൊരാൾ കൂടി അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ 2 പേരുടെയും പേരും അതുപോലെ തന്നെ അഡ്വൈസ് ആയ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ഏത് ഓഫീസിലേക്കാണ് അപ്പോയിൻമെൻ്റ് ആയത്, പിന്നെ ആ 2 ലിസ്റ്റും, പിന്നെ അതിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമുക്ക് പോസ്റ്റ് വഴി കിട്ടിയത്, അതായത് 26-ാം തീയതി സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ അപ്ലോഡായി. എനിക്കത് കയ്യിൽ കിട്ടുന്നത് 29-ാം തീയതിയാണ്. 29-ാം തീയതി ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് ഞാനത് കൈപ്പറ്റുന്നത്. 29-ാം തീയതി എനിക്ക് കൈ കിട്ടിയതുകൊണ്ട് തന്നെ 30-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് ഞാൻ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മാസം ആകുമ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും എന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് മുന്നേ അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളതും ഇതുപോലെയാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഒക്ടോബർ 18-ാം തീയതിയാണ് ഞാൻ ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും എടുപ്പിക്കുന്നത്. അതായത് നമുക്ക് ഈ പിന്നെ അഡ്വൈസ് വന്നതിന് ശേഷം എടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അഡ്വൈസ് വന്ന് 3 മാസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, നമുക്ക് അപ്പോയിൻമെൻറ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് സർട്ടിഫിക്കറ്റുകൾ എടുത്തു വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് എടുത്താൽ മതിയോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് നമ്മൾ കൈപ്പറ്റിയിട്ട് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജോയിൻ ചെയ്താൽ മതി. അത്രയും ടൈമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 45 ദിവസം വരെ എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് അതായത് നമുക്ക് കൈ കിട്ടിയ ഡേറ്റ് മുതൽ 45 ദിവസമല്ല, അപ്പോയിൻമെൻറ്റ് ലെറ്ററിലുള്ള ഡേറ്റ് തൊട്ട് 45 ദിവസം വരെ നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ എടുത്ത് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് വെക്കാം, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം എടുത്ത് വെച്ചാലും മതി.
ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എടുത്തു വെച്ചത്. ഒക്ടോബർ 18-ാം തീയതിയാണ് ഞാൻ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പിന്നെ അതുപോലെ നമ്മുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും എടുപ്പിക്കുന്നത്. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് 2 സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു പേജിൽ തന്നെയാണ് 2 സർട്ടിഫിക്കറ്റും വരുന്നത്. 2 ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ് നമുക്ക് അത് സൈൻ ചെയ്ത് തരേണ്ടത്. ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും കോളേജുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അതായത് ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഗസറ്റഡ് ആയിരിക്കും, അവർക്ക് സൈൻ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ. ബാക്കിയുള്ള +2-ലൊക്കെ ആണെങ്കിൽ, ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പാളിന് മാത്രമേ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടേഴ്സിനും സൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതിലെന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ പിന്നെ ഇയാൾക്ക് മറ്റ് ഇതൊന്നുമില്ല, ക്യാരക്ടർ ഗുഡാണ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല, കണ്ണ് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ചില ഡോക്ടർമാർ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും, അതായത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ചോദിക്കും. എന്നിട്ടാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തരുന്നത്. ഓക്കെ. കണ്ണ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ. ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ വരുന്നത്. പിന്നെ അതിൽ ഹൈറ്റ് വെയിറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് ഈ ഒരു ഫിസിക്കൽ ഇല്ലാത്ത പോസ്റ്റുകളാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല, ഈ കണ്ണിൻ്റെ മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ആ ഒരു സർട്ടിഫിക്കറ്റിൽ വരുന്നത്. അതിന് ഫീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് 150 200 ആണ് ഫീസ് വരുന്നത്. ഓക്കെ. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് അത് ഒറ്റൊരു സർട്ടിഫിക്കറ്റ് മതി. അതിൽ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോട്ടോ അറ്റാച്ച് ചെയ്ത് ഡോക്ടറുടെ സൈനും പിന്നെ അതുപോലെ തന്നെ സീലും വേണം. പിന്നെ അതിലും അതായത് ആ സർട്ടിഫിക്കറ്റിൽ നിർബന്ധമായിട്ടും വേണ്ടത് ആ ഹോസ്പിറ്റലിൻ്റെ സീലും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ സൈനുമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള സീല് പറ്റില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നുള്ള തന്നെ വേണം. ഓക്കെ. അത് മിക്കവാറും ഏറ്റവും നല്ലത് ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ ഒരു സ്ഥലത്തുള്ള, അവിടെ നിന്ന് എടുപ്പിക്കുന്നതിന് വാലിഡിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കോപ്പി വേണം. പിന്നെ നമ്മുടെ അതായത് നമ്മൾ PSCയിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എല്ലാത്തിൻ്റെയും കോപ്പി വേണം. 2 3 സെറ്റ് കോപ്പി എടുത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ബാങ്ക് പാസ്ബുക്ക് വേണം. ബാങ്ക് പാസ്ബുക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എനിക്ക് SBIയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് 0 ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ അവിടെ SBI അക്കൗണ്ട് മസ്റ്റാണ്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇവിടെ SBIൻ്റെ അക്കൗണ്ട് മസ്റ്റാണ്. അപ്പോൾ അത് 0 ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് സാലറി അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കൊടുത്തത്. നമുക്കിപ്പോൾ SBIയിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ അവർ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ 0 ബാലൻസ് അക്കൗണ്ട് സാലറി അക്കൗണ്ടായിട്ട് മാറ്റിയിട്ടാണ് കൊടുത്തത്. ഓക്കെ. അതിന് എനിക്കൊരു ദിവസം സമയം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിറ്റേന്ന് പോയിട്ട് ഞാനത് സാലറി അക്കൗണ്ടായിട്ട് മാറ്റിയിട്ട് പുതിയ പാസ്ബുക്ക് എടുത്തതിന് ശേഷമാണ് അവിടെ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തത്. പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ ജോയിനിങ് റിപ്പോർട്ട് വേണം. അത് അവർ അവിടെ പറഞ്ഞു തരും. പിന്നെ കുറേ ഫോമുകൾ ഫില്ല് ചെയ്യാനുണ്ട്. എങ്ങനെയാണെങ്കിൽ പിന്നെ ID കാർഡിന് ഒരു ഫോട്ടോ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഫോമുകളിൽ കൊടുക്കാനും എന്തായാലും ഒരു 5 6 ഫോട്ടോസ് ആവശ്യമാണ്. അപ്പോൾ അത്രയും ഫോട്ടോസ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ അല്ലാതെ നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെത് അടയ്ക്കേണ്ടി വരും. പൈസയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കണം. സാലറിയിൽ നിന്ന് കട്ടാവാത്തത് കൊണ്ട് തന്നെ, ഫസ്റ്റ് സാലറി കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 1800 രൂപയാണ് ആദ്യമായിട്ട് അടച്ചത്. അത് ഇൻഷുറൻസ് ഓഫീസിൽ പോയിട്ടാണ് അടച്ചത്. ഓക്കെ. ഇതൊക്കെയാണ് പ്രൊസീജിയർ വരുന്നത്. എനിക്കവിടെ പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. 1-2 ദിവസം സമയം തന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ജോയിൻ ചെയ്യുന്ന അന്ന് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തു. അതുപോലെ തന്നെ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തു. പിന്നെ ജോയിനിങ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. പിന്നെ കുറച്ച് ഫോമുകൾ ഫില്ല് ചെയ്യാനും ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ ഒരു ജോയിനിങ് പ്രൊസീജിയർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഫോട്ടോസ് കുറച്ചധികം വേണം. പിന്നെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും
പിന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് വന്നതിന് ശേഷം വേണമെങ്കിൽ എടുപ്പിക്കാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് ഡേറ്റിനാണ് മാക്സിമം എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അത്രയും പെട്ടെന്ന്, അതായത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധിക്കും അത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു തരും. നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോയി ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ ഇല്ലെങ്കിൽ അവരവിടുന്ന് ഒരു ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ നമുക്ക് PDF ആയിട്ട് അയച്ചു തരും. അത് നോക്കിയിട്ട് മാത്രം ഫില്ല് ചെയ്താൽ മതി. അതിലൊന്നും വലിയ തിരക്കോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫോം ഫില്ല് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ പാൻ കാർഡ് വേണം. പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ അത് എടുപ്പിച്ച് വെക്കുക. പാൻ കാർഡ് മസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു വെക്കുക. അതിപ്പോൾ എല്ലാത്തിലും എനിക്കൊന്ന് പ്രിഫറൻസ് SBI ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ SBI മസ്റ്റാണ്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളേ പറയാനുള്ളൂ. കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ഓരോരുത്തരുടെയും ജോയിനിങ് വ്യത്യാസം ഉണ്ടാവും. അത് ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതനുസരിച്ചിട്ട് മാറാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.